ജെ സുധാകരനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി. നാമനിർദ്ദേശ പത്രികയിൽ ആസ്തി വിവരങ്ങൾ തെറ്റായി രേഖപ്പെടുത്തിയെന്നാണ് പരാതി. ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കുമാറാണ് പരാതി നൽകിയത്. മനീഷ് മഹിപാൽ വിവരങ്ങളുമായി ചേരുകയാണ്. മനീഷ്, 2 തവണ മന്ത്രിയായ ഒരാളാണ്. സ്വാഭാവികമായും നാമനിർദ്ദേശ പത്രികയുമായി ബന്ധപ്പെട്ട് ആ തരത്തിൽ പിഴവുണ്ടാകാനുള്ള സാധ്യത കുറവാണ്. എന്താണ് ആരോപണം? മാധു 2 തവണ മന്ത്രിയും 4 തവണ MLA-യുമായ വ്യക്തിയാണ് ജി സുധാകരൻ. ജി സുധാകരൻ കൊടുത്ത നാമനിർദ്ദേശ പത്രികയിൽ കൊടുത്ത ആസ്തി വിവരങ്ങളിൽ വലിയ രീതിയിലുള്ള ക്രമക്കേടുണ്ട് എന്നാണ് ഡിവൈഎഫ്ഐ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് കൊടുത്ത പരാതിയിൽ നൽകുന്നത്. കൈവശം പണമില്ല എന്ന് സത്യമാകുമെന്ന് പറയുന്നു. പക്ഷേ നോമിനേഷന് ഒരാഴ്ച മുൻപ് സുധാകരന്റെയും ഭാര്യയുടെ അക്കൗണ്ടിലെ പണം അത് 50 ലക്ഷം രൂപയാണ്. ആ 50 ലക്ഷം രൂപ മകന്റെയും ഭാര്യയുടെയും അക്കൗണ്ടിലേക്ക് മാറ്റി എന്നാണ് പറയുന്നത്. അതായത് നാമനിർദ്ദേശ പത്രിക കൊടുക്കുന്ന സമയത്ത് ഒരാളുടെ ആസ്തി വിവരങ്ങളാണ് രേഖപ്പെടുത്തേണ്ടത്. ആ തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുൻപിൽ രേഖപ്പെടുത്തേണ്ട പണം അല്ലെങ്കിൽ ആസ്തി ആ വിവരം വെച്ചുകൊണ്ട് ക്രമക്കേട് നടത്തി ഒരാഴ്ച മുൻപ് തന്നെ മകൻ അല്ലെങ്കിൽ മകന്റെ ഭാര്യയുടെയും മകന്റെ അക്കൗണ്ടിലേക്ക് 50 ലക്ഷം രൂപ മാറ്റിയിട്ടുണ്ട്. സുധാകരന്റെ യഥാർത്ഥ ആസ്തി വിവരക്കണക്കുകളല്ല തെരഞ്ഞെടുപ്പ് കമ്മീഷന് മുമ്പിൽ പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സുധാകരൻ പറഞ്ഞിട്ടുള്ളതിൽ വലിയ ക്രമക്കേടുണ്ടെന്നുള്ള ഗുരുതരമായിട്ടുള്ള ആരോപണവും പരാതിയുമാണ് നിലവിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് ഡിവൈഎഫ്ഐയുടെ ജില്ലാ പ്രസിഡന്റ് എസ് സുരേഷ് നൽകിയിട്ടുള്ളത്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇതിന് മേലുള്ള കാര്യങ്ങളിൽ പരിശോധന നടത്തുമെന്നും മറ്റു കാര്യങ്ങൾ നടപടിയെടുക്കുമോ എന്നുള്ള കാര്യങ്ങളിലൊക്കെ തന്നെ അടുത്ത ദിവസം നമുക്ക് അറിയാൻ സാധിക്കും. മാധു, മനീഷ് മഹിപാൽ വിവരങ്ങൾ നൽകിയത്. ഡിവൈഎഫ്ഐ ആണ് പരാതിയുമായി രംഗത്ത് വന്നത്.